الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الحمد لله എല്ലാ വെള്ളിയാഴ്ചയും നടക്കാറുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വാണിയമ്പലത്ത് വെച്ച് നടന്നതുകൊണ്ട് അതില് സ്ക്രീനിൽ കിതാബ് നൽകിയിരുന്നില്ല. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കിതാബ് നൽകുന്നു. കഴിഞ്ഞ ആഴ്ചത്തതിന്റെ ബാക്കി തന്നെ ആണ് നമ്മൾ തുടരുന്നത് ഇൻഷാ അല്ലാഹ്. قال بعض الحكماء من استولت عليه النفس صار أسيرا في حب شهواتها. ചില മഹാത്മാക്കൾ പറഞ്ഞതാണ്, ഒരാള് വൈകാരികതക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ അസീറൻ ഫി ഹുബ്ബി ഷഹവാതിഹ, അയാൾ അവരുടെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പിടിക്കപ്പെട്ട ആളായി മാറും. അപ്പൊ അവരുടെ അടിമയായി മാറും. മഹ്സൂറൻ ഫി സിജിനി ഹവാഹ, ആ ജയിലിൽ അകപ്പെടും. ശരിക്ക് ഈ വൈകാരികതകൾക്ക് അടിമപ്പെടുന്നവർ ഒരുതരം ജയിലിലാണ്. ഈ ഫാഷനുകൾ, അതുപോലെ ആഡംബരങ്ങൾ, ഇപ്പൊ വിവാഹത്തിന്റെ വിഷയത്തിലൊക്കെ പലപ്പോഴും ഈ വിഷയം കാണാം. എല്ലാറ്റിലും. കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം നേരിടുകയാണ്. വയസ്സ് 29 വിവാഹം കഴിക്കണമെന്ന് ആലോചിച്ചിട്ട് 4-5 കൊല്ലത്തിന്റെ മേലെയായി, പലപ്പോഴായി മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് വിവാഹം നടന്നു പോകാൻ, വളരെ ഹ്രസ്വമായ ഒരു വിവാഹം നടത്തിക്കൊള്ളാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഗുരുനാഥൻ, വലിയൊരു പണ്ഡിതൻ നിർദ്ദേശിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, അത് ജീവിതത്തിൽ ഒരിക്കലുള്ളതല്ലേ, അപ്പൊ അങ്ങനെ നടത്തിയാൽ പറ്റുമോ? ഈ ജീവിതത്തിൽ ഒരിക്കലുള്ള എന്നുള്ളത് എന്തിന്റെ ന്യായമാണ്? അതിന്റെ അർത്ഥം നമ്മൾ അറിയാതെ നമ്മൾ ചില അനാവശ്യങ്ങൾക്ക് അടിമപ്പെടുന്നു എന്ന്. വിവാഹത്തിന് വലീമത്ത് സുന്നത്താണ്, പക്ഷെ ഈ നാട്ടു നടപ്പനുസരിച്ചുള്ള ചില മാമൂലുകൾ കഴിക്കണം എന്ന മാനദണ്ഡമാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവോ? പല ആചാരങ്ങളും, ഈ ആചാരങ്ങൾ എന്ന് പറയുന്നതിന് അതിനൊരു രാഷ്ട്രീയ, ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ ഈ റിച്വൽസ് എന്നാ പറയും. ഈ ആചാരങ്ങൾ ഉണ്ടാകുന്നത് ചില ബന്ധങ്ങൾ സമൂഹത്തിനിടയിൽ, കമ്മ്യൂണിറ്റിക്കിടയിൽ ഉണ്ടാക്കാനുള്ള ഒരു സമീപനമാണ് ആചാരം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആചാരം അനാചാരമായി മാറും. അപ്പോ വിവാഹത്തിനൊക്കെ ആചാരം, ഇപ്പൊ ഒരു വിവാഹത്തിന് ഇപ്പൊ ഈ അടുത്ത് ഞാനൊന്ന് കണ്ടു, ഒരു ടീം വളരെ പ്രയാസം നേരിടുന്നു സാമ്പത്തികമായി. പക്ഷെ അവര് പറയുന്നു, ഒരു അടുത്ത ആൾക്കാരൊക്കെ കൂട്ടിയിട്ടില്ലേ മോശമല്ലേ, ഒരു 100 ആള് വേണം. ഈ 100 ആൾ ഒരു 300 കിലോമീറ്റർ അകലെ, അല്ലെങ്കിൽ 200 കിലോമീറ്റർ അകലെ യാത്ര ചെയ്യണമെങ്കിൽ എത്ര റിസ്ക് ആണ്. അപ്പോ അവിടെ അവരെ യാത്ര ചെയ്യിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ഒരു കഴിവുള്ള സമയത്ത് അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ നല്ലതാണ്. പരസ്പരം സ്നേഹബന്ധവും പരസ്പരം സന്ദർശിക്കുന്നതും ഒക്കെ പുണ്യമാണ്. അതേസമയം കഴിയാതിരിക്കുന്ന സമയത്തും അതിന് ശ്രമിച്ച് കടം വാങ്ങി, എന്നിട്ട് അങ്ങനെയൊന്നും ആവില്ല, പിന്നെന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നാ ചോദ്യം. ഇങ്ങനെ ഫാഷനുകൾക്ക് അടിമപ്പെടുന്നവൻ അവൻ ആരാണ്? മഹ്സൂറൻ ഫീ സിജ്നി ഹവാഹ, അയാളൊരു ജയിലിലാണ്. ശരിക്കും ഒരു ജയിലാണത്. ചില ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി, ഇപ്പോ പ്രസവിച്ചു 40 അല്ലെങ്കിൽ 60 അല്ലെ 90 സ്വർണം കൊടുക്കണം. സ്വർണത്തിന് ഇവിടെ 90 കഴിഞ്ഞു. പ്രസവിച്ച ഇവർക്ക് 90 കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വർണത്തിന് 90 കഴിഞ്ഞു. അത് പണിക്കൂലി എല്ലാം കൂടെ ആവുമ്പോ 1 ലക്ഷത്തിന്റെ മേലെ പോകും. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇത് ഇങ്ങനെ ആര് പറഞ്ഞതാ? കഴിയാത്ത ഒരാൾ ഇങ്ങനെ ചെയ്ത് കടം വാങ്ങിയിട്ടും വളരെ വലിയൊരു ക്യാഷ് ചെലവഴിച്ചിട്ട് കഴിയാത്ത സംഗതിക്ക് ചെലവാക്കണം എന്ന് ആരാ പഠിപ്പിച്ചത്? എവിടെ നിന്നാണ് അങ്ങനെ കഴിയാത്തൊരു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കിട്ടിയത്? ഇതൊക്കെ ഈ സിജിനാണ്, ജയിലാണ്. മഖ്ഹൂറൻ മഗ്ലൂലൻ സിമാമുഹു ഫീ യദിഹാ, ഈ വൈകാരികതയുടെ കയ്യിലാണ് ഇവന്റെ കടിഞ്ഞാണ്. ഇവന് ഇനി സ്വാതന്ത്ര്യമില്ല, ശരിയില്ല, ന്യായമില്ല. അങ്ങനെ കഷ്ടപ്പെടുകയാണ്. ആയിക്കോട്ടെ, കഷ്ടപ്പെടട്ടെ. അങ്ങനെ അടിമപ്പെട്ടു കൊടുത്താൽ തജുറുഹു ഹൈതു ശാഅത്,
നിന്നെ ഉദ്ദേശിക്കും പോലെ നിന്നെ ഇങ്ങനെ കൊണ്ടുപോകും. നിനക്ക് അത് പറ്റൂല, ഇത് പറ്റൂല, അങ്ങനെ എല്ലാത്തിനും നിന്നെ കൊണ്ടുപോകും പോലെ ഈ കഴിഞ്ഞാണ് നിന്റെ വൈകാരികത നിന്നെ കൊണ്ടുപോകും. എന്നിട്ട് നിനക്ക് ഒരു നേട്ടിട്ടുണ്ടാകുകയില്ല. 2 പവന് 2.5 ലക്ഷം ഒരു കാശും ഇല്ലാത്ത സമയത്ത് ചെലവാക്കി എന്നാ എന്തെങ്കിലും ഒരു കൂലി ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ആകെ ഈ ചെലവാക്കിയത് എന്തിനാന്നറിയോ? അവിടെ പോയിട്ട് 40ന്റെ ഒരു ചടങ്ങിന് ഭക്ഷണം കഴിക്കുമ്പോ, ചായ കുടിക്കുമ്പോ 2.5 ലക്ഷത്തിന്റെ കൊടുത്ത ഗമയിൽ കുടിക്കുകയാണ്. ഇതേ ഉണ്ടാവുള്ളൂ. വേറൊരു സാധനം ഉണ്ടാവില്ല, പ്രതിഫലം ഉണ്ടാവില്ല. നീയത്തില്ലെങ്കിൽ എന്ത് പ്രതിഫല? നീയത്താണെങ്കിൽ ഇത് ഉണ്ടാവില്ലല്ലോ പണ്ടന്നെ. അപ്പോ ഇതാണ് അവസ്ഥ. وقال جعفر بن حميد رضي الله عنه أجمعت العلماء والحكماء على أن النعيم لا يدرك إلا بترك النعيم. ശരിയായ സുഖം കിട്ടണമെങ്കിൽ ചില സുഖങ്ങൾ ഉപേക്ഷിക്കണം. അഥവാ ഫാഷന്റെ ചില ശരിയായ സുഖങ്ങൾ കിട്ടണമെങ്കിൽ ഇത്തരം മിഥ്യയായ സുഖങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെയാണ്. ഇപ്പൊ ചില പെൺകുട്ടികളൊക്കെ പറയും, ഈ അടുത്തൊരു കല്യാണത്തിന് പറയാണ്, ഉമ്മ പറയാണ്, അതുപോലെ രക്ഷിതാക്കളൊക്കെ പറയാണ്, മോളെ 20-22 വയസ്സായില്ലേ, കല്യാണം കഴിക്കേണ്ട സമയമായിട്ടുണ്ട്, മോള് കല്യാണം കഴിക്കും. അപ്പോ അത് പറയുന്നത്, ഞാനിപ്പോ ഒന്നും കഴിക്കൂല, അതെന്താ എന്റെ സുഖം കൂടെ പരിഗണിക്കണ്ടേ? എന്താണ് സുഖം? അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കണ്ടേ? എന്താണ് എന്റെ ഇഷ്ടം? എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോ ഇങ്ങനെ തെണ്ടിയോ ആസ്വദിച്ച് നടന്ന് ഈ വൈകാരികതയുടെ ഡൈവേർഷനുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനവിടെ വാക്കുകൾ ഉപയോഗിച്ചാൽ അത് അതിന്റെ ഗൗരവം വളരെ വലുതായതുകൊണ്ട് ആ വാക്കുകൾ ഞാൻ പറയുന്നില്ല. അപ്പോ അങ്ങനെ അവിടെ എന്റെ സുഖങ്ങൾ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് എന്താ? അത് ഈ ശഹവാത്താണ്, ഈ വൈകാരികതകളാണ്. ഈ വൈകാരികതകൾക്ക് അടിമപ്പെട്ടിട്ട് പിന്നെ മറ്റൊരു യഥാർത്ഥ സുഖം ഉണ്ടാകില്ല. സ്വന്തം മാതാപിതാക്കളുടെ കൂടെ കൂടാൻ, സ്വന്തം ഫാമിലിയുടെ കൂടെ കൂടാൻ, ന്യായങ്ങളുടെയും തന്റെ ബയോളജിക്കലായ ആവശ്യകതകളുടെയും പക്ഷത്ത് നിൽക്കാൻ പറ്റാത്ത വിധം ശഹവാത്തുകൾക്ക് അടിമയാണ് നീയെങ്കിൽ നിന്റെ കഥ കഷ്ടം തന്നെ, ജീവിതം തന്നെ കഷ്ടമായി. അപ്പോ വലിയ മഹാന്മാർ പറഞ്ഞതാണ്, ചില ഭാഗിക സുഖങ്ങൾ ഉപേക്ഷിച്ചാലേ ചില യഥാർത്ഥ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റും. وقال أبو يحيى الوراق رضي الله عنه من أرضى الجوارح بالشهوات فقد غرس في قلبه شجر الندامات. വൈകാരികതകൾക്ക് ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഇടം നൽകിയാൽ സങ്കടങ്ങളുടെ വിത്ത് അവൻ കൽബിൽ മുളയിട്ട് കഴിഞ്ഞവൻ പാകിക്കഴിഞ്ഞു. ഇനി സങ്കടങ്ങൾ കൊയ്തെടുക്കാനുള്ള നാളുകളാണ്. ഇപ്പൊ വൈകാരികതകൾക്ക് അടിമപ്പെട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ ഉപയോഗിച്ചാൽ, കണ്ണുപയോഗിച്ചാൽ, കൈ ഉപയോഗിച്ചാൽ, കാലുപയോഗിച്ചാൽ, വൈകാരികതക്കനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? അവന്റെ മനസ്സിൽ അവൻ സങ്കടങ്ങളുടെ വിത്ത് പാകിയിരിക്കുന്നു. അത് കൊയ്യാനുള്ള സമയമാണ് ഇനി ജീവിതത്തിൽ. അള്ളാഹു കാക്കട്ടെ. وقال وهيب بن الورد رضي الله عنه ما زاد على الخبز فهو شهوة. വയറ്റിൽ വിഷപ്പടങ്ങാനുള്ളതിന്റെ അപ്പുറം കഴിച്ചാൽ അത് വൈകാരികതയാണ്. وقال ايضا من احب شهوات الدنيا فليتهيأ للذل. മഹാന്മാർ പറഞ്ഞതാണ്, ഒരാൾ വൈകാരികതയെ ഇഷ്ടപ്പെട്ട, ദുനിയാവിന്റെ വൈകാരികതകൾക്ക് അടിമപ്പെട്ടാൽ അയാൾ നിസാരപ്പെടാൻ തയ്യാറായി നിന്നോട്ടെ. അയാൾക്ക് നിസാരത അയാളെ തേടി വരാൻ പോവുകയാണ്. ويروى أن امرأة العزيز قالت ليوسف عليه السلام بعد أن ملك خزائن الأرض وقعدت له على رابية الطريق في يوم موكبه وكان يركب في زهاء 12,000 من علماء مملكته سبحان من جعل الملوك عبيدا بالمعصية وجعل العبيد ملوكا بطاعتهم له إن الحرص والشهوة صير الملوك عبيدا وذلك جزاء المفسدين. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്ഞി സുലൈഖ അവര് പറയാണ്,
വലിയ യൂസുഫ് നബി അലൈഹി സ്വലാം വലിയ ഭരണാധികാരിയായി കഴിഞ്ഞതിന് ശേഷം അനവറുകൾ പറയാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം പുറപ്പെടുമ്പോ വലിയ രാജ്യസഭയിലെ പ്രധാനികളുടെ വലിയൊരു യാത്ര, 12,000-ഓളം ആൾക്കാർ ഉള്ള ഒരു യാത്ര, ഒരു പുറപ്പെടൽ. ആ എഴുന്നള്ളത്തിൽ പറയാണ്, അത് കാണുമ്പോ പറയാണ്, അള്ളാഹു വല്ലാത്തൊരു മഹാന്തൻ. കാരണം തെറ്റുകൾ കൊണ്ട്, മഅസിയത്ത് കൊണ്ട് രാജപദവിയിലുള്ളവരെ അടിമയാക്കുകയും അതേ സമയത്ത് അടിമയെ രാജാവാക്കുകയും, അള്ളാഹുവിനെ അനുസരിച്ചത് കൊണ്ട് രാജാവാക്കുകയും ചെയ്തു. ശരിയുടെ പക്ഷത്ത് നിന്ന് പോരാടാൻ സന്നദ്ധമായാൽ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സന്നദ്ധമായാൽ, ത്യാഗങ്ങൾ സഹിക്കാൻ സന്നദ്ധമായാൽ രാജാവാകാൻ പറ്റും, പ്രതാപിയാകാൻ പറ്റും, ഉന്നതരാകാൻ പറ്റും. എല്ലാരെയും തൃപ്തിപ്പെടുത്തണം, എല്ലാരെയും നോക്കണം. എന്നാ അടിമയായി നടന്നോ. എല്ലാ രാജകീയ പദവിയുള്ളപ്പോഴും അടിമയാണ്. മാഷാ അല്ലാഹ്, വല്ലാത്ത വാക്കാണ്. എന്നിട്ട് പറഞ്ഞതാണ്, സുബ്ഹാന മൻ ജഅലൽ മുലൂക അബീദൻ, അധികാരമുള്ളവരെ അടിമയാക്കി, ബിൽ മഅസിയത്തി, തെറ്റുകാരൻ. ജഅലൽ അബീദ മുലൂകൻ ബിതഅതിഹിം ലഹു, എന്നാൽ അധികാരമുള്ള അടിമയായ ആളെ രാജാവാക്കി. യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ഒരു സമയത്ത് അടിമകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു, പക്ഷെ രാജാവായി മാറി. എന്നാൽ മറുവശത്ത് രാജകീയ പദവിയിലുള്ള സുലൈഖ അടിമയുടെ അവസ്ഥക്കായി. മാഷാ അല്ലാഹ്. എന്നിട്ട് പറഞ്ഞതാണ്, ഇന്നൽ ഹിർസ വസ്സഹ്വത, അതിമോഹം, വൈകാരികത. അതിമോഹം, വല്ലാത്തൊരു സംഗതിയാണ്. 5 പൈസക്ക് വകയില്ല. ഒരു 5 പൈസ എന്ന് പറയില്ല അല്ലെ, അതൊരു പ്രയോഗം. ഒരു 50 പൈസക്ക് വകയില്ല. പക്ഷെ അഹങ്കാരത്തിനൊരു കുറവില്ല. അങ്ങനെയുണ്ടല്ലോ, ദാരിദ്ര്യം കൊണ്ട് കൂപ്പുകുത്തി കഴിയ. എന്നാലോ ഇപ്പൊ ഒരു അടുത്തൊരു ദിവസമായി, എന്താണ്, ദാരിദ്ര്യത്തിന് പടുകയില്ല. എന്നാല് ഈ ചെറിയ സൗകര്യങ്ങളൊന്നും പോരാ. അത് വാപ്പ അങ്ങ് കടമെടുത്ത് തൊലഞ്ഞാലും കുഴപ്പമില്ല, മക്കൾക്ക് ഭയങ്കര. ഇപ്പൊ പെൺകുട്ടികളെയൊക്കെ പെൺകുട്ടികളെന്നല്ല, മക്കളെയൊക്കെ പരിശീലിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ നില, നമ്മുടെ കയ്യിലിരിപ്പ് അവർക്ക് അറിയണം. അല്ലാതെ എന്ത് ചെയ്യരുത്, ഈ തുള്ളൽ ഒഴിവാക്കണം. അത് ഇതിന്റെ ഭാഗമാണ്. ഹിർസ്, ഒരു വകയില്ലെങ്കിലും ഇല്ലാത്ത നിലയിൽ ജീവിക്കണം. അങ്ങനെയുള്ള ആ ഒരു മോഹം, അത് നല്ലതല്ല. അങ്ങനെ ആയാൽ സയ്യറൽ മുലൂക അബീദൻ, അധികാരമുള്ളവർ അടിമയാകേണ്ടി വരും. അദാലിക ജസാഉൽ മുഫ്സിദീൻ, ഇങ്ങനെയൊക്കെയാണ് മോശമായിട്ട് നടന്നാൽ, കുഴപ്പമായിട്ട് നടന്നാൽ ഇങ്ങനെ ഉണ്ടാകുക. വഇന്ന സ്വബ്റ വത്തഖ്വ, എന്നാൽ ക്ഷമയും തഖ്വയുണ്ടെങ്കിൽ സയ്യറാ അൽ അബീദ മുലൂക, ഏത് അടിമയാണെങ്കിലും അവന് രാജാവായ. ഫഖാല യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, കമാ അഖ്ബറല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിയു അജ്റൽ മുഹ്സിനീൻ. തീർച്ചയായും തഖ്വ ഉണ്ടെങ്കിൽ, ക്ഷമ ഉണ്ടെങ്കിൽ അള്ളാഹു വെറുതെ ആക്കൂല. അള്ളാഹു വെറുതെ ആക്കൂല. മാഷാ അല്ലാഹ്. ഖാല ജുനൈദ് അരിഖ്തു ലൈലതൻ, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനൊരു ദിവസം ഉറക്കണി നോക്കുമ്പോ, ഫഖംതു ഇലാ വിർദി ഫലം അജിദിൽ ഹലാവത്തല്ലതി കുൻതു അജിദുഹാ, ഞാൻ ഒരു ദിവസം വിർദിന് വേണ്ടി, എന്റെ പതിവ് ചര്യകൾക്ക് വേണ്ടി എഴുന്നേറ്റപ്പോ സാധാരണ കിട്ടുന്ന ഒരു രസം കിട്ടുന്നില്ല. വിർദുകൾ അങ്ങനെയാണ്. നിസ്കാരം, ഖുർആൻ പാരായണം, അത്തരം ഇബാദാത്തുകൾക്കൊക്കെ ഹലാവത്ത്, ഒരു ടേസ്റ്റ് ഉണ്ടാകണം. അതൊരു സുഖം വേണം. സുഖമില്ലാതെ ചെയ്യേ. അപ്പൊ സാധാരണ കിട്ടുന്നത് പോലെ കിട്ടുന്നില്ല. ഫാറത്തു അൻ അനാമ ഫലം അഖ്ദിർ, അപ്പൊ ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചു, അതും പറ്റുന്നില്ല. അപ്പൊ ജലസ്തു ഫലം ഉത്തുൽ ജുലൂസ്, ഞാൻ ഇരുന്നു, പക്ഷെ എനിക്ക് ഇരിക്കാനും കഴിയുന്നില്ല. ഫഖറജ്തു ഫഇദൻ റജുലുൻ മുലത്തഫുൻ ഫി അബാഅത്തിൻ മത്റൂഹുൻ അലാ الطريق فلما أحس بي قال يا أبا القاسم إلى الساعة فقلت يا سيدي من غير موعد فقال بلى سألت الله عز وجل ألا أن يحرك لي قلبك فقلت قد فعل فما حاجتك قال فمتى يصير داء النفس دواءها فقلت إذا خالفت النفس هواها فأقبل على نفسه
فقال اسمعي فقد أجبتك بهذا 7 مرات فأبيت أن تسمعيه إلا من الجليد قد سمعتيه ثم انصرف وما عرفته. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അങ്ങനെ ഉറങ്ങാൻ പറ്റാതിരുന്നപ്പോ ഇറങ്ങിയിട്ട് ഇരുന്നപ്പോ ഇരിക്കാനും പറ്റുന്നില്ല. അപ്പോ ഞാൻ ഇറങ്ങി നടന്നു നോക്കുമ്പോ ഒരു മനുഷ്യനുണ്ട്, ഇങ്ങനെ ഒരു പുതപ്പും പുതച്ചു വരുന്നു, ഒരു പുതപ്പും മൂടി ഒരു മനുഷ്യൻ വരും. അയാൾ ഇങ്ങനെ വഴിയില് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ എന്നെ കണ്ടപ്പോ ഫലമ്മ അഹസ്സബി, എന്നെ മനസ്സിലായപ്പോ എന്നോട് പറഞ്ഞു, ഖാല യാ അബുൽ ഖാസിം ഇലസാൻ, അബുൽ ഖാസിം ജുനൈദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, എനിക്ക് കുറച്ച് സമയം തരുമോ എന്ന് ചോദിച്ചു. അപ്പോ ഫഖുൽതു യാ സയ്യിദി മിൻ ഗൈരി മൗഇദിൻ, അതെ എന്താണ് സാർ, നമ്മള് ഒരു ബഹുമാനമുള്ള ശൈലിയാണ്, എന്താണ് ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണല്ലോ വരവ്, എന്താണ് കാരണം? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ ഈ രീതിയിൽ തിരിച്ചറിയുന്ന ഒരാൾ, അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. മറ്റൊരു പ്രയോഗം അവിടെ ഉള്ളത്, ഏത് കോലത്തിൽ വന്നാലും അവരെ ബഹുമാനിക്കുന്ന ഒരു ശൈലി, യാചിക്കാൻ വന്നാൽ പോലും അവരെ ബഹുമാനിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. അപ്പൊ എന്തേ ഒന്നും മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഫഖാല ബല സഅൽതുല്ലാഹ അസ്സ വജല്ല അലാ യുഹർരിക ലി ഖൽബക്, ഞാന് അള്ളാഹുവിനോട് പറഞ്ഞതാ, എനിക്ക് നിങ്ങളെ മനസ്സൊന്ന് ചലിപ്പിച്ചു തരണം, നിങ്ങൾക്ക് അങ്ങനെ ഉറങ്ങാനും വിറുതൊന്നും ചെല്ലാൻ പറ്റാതെ എനിക്കും നിങ്ങളെ കിട്ടണം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഫഖുൽതു ഖദ് ഫഅല, ശരിയാ നിങ്ങൾ പറഞ്ഞ പോലെ നടന്നു, കാരണം വിറുതും ചെല്ലാൻ പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, അങ്ങനെ എഴുന്നേറ്റ് നടത്തിച്ചല്ലോ, അങ്ങനെ സംഭവം തന്നെയാണ്. എഫമഹാജത്തുക്ക, എന്താ നിങ്ങളുടെ വിഷയം, എന്താ, എന്തിനാ എന്നെങ്ങനെ ആവശ്യപ്പെട്ടത്, എന്തിനാ? അപ്പൊ പറഞ്ഞു, കാല, അവിടുന്ന് ചോദിച്ചു, ഫമത്താ യസീറു ദാഉൻ നഫ്സി ദവാഅഹ, എപ്പോഴാണ് ഒരു ശരീരത്തിന്റെ രോഗം അതിന്റെ മരുന്നാകുന്നത്, എപ്പോഴാ? ശരീരത്തിന്റെ രോഗം തന്നെ അതിന്റെ മരുന്നാകൽ എപ്പോഴാണ്? ഫഖുൽതു ഇദാ ഖാലഫത്തിൻ നഫ്സു ഹവാഹ, ശരീരം തന്റെ വൈകാരികതക്ക് ഓപ്പോസിറ്റ് ആയാൽ അപ്പൊ അതും എന്താണ്? ദാ എന്ന മരുന്നാകും. എന്താ? അതായത് ഒരു മനുഷ്യന്റെ ദാ ആണ്, രോഗമാണ് പലപ്പോഴും ഇത്തരം വൈകാരികതകൾ. ആ വൈകാരികത ഇബാദത്താകുന്ന ഒരു ഘട്ടം വരും. വൈകാരികത ഇബാദത്താകുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലാണ് അവന്റെ വൈകാരികത, മറ്റുള്ളവർക്ക് സേവനം ചെയ്യലാണ് അവന്റെ വൈകാരികത, മറ്റ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള വഴികൾ ചെയ്യലാണ് അവന്റെ വൈകാരികത. അപ്പൊ വൈകാരികത തന്നെ എന്തായി മാറി? ഇബാദത്തായി മാറി. അങ്ങനെയാകും. അപ്പോ ഈ മഹാൻ എന്ത് ചെയ്തു എന്നറിയോ? ഫാഖബൽ അല നഫ്സി, സ്വന്തം നഫ്സിനോട് ചോദിക്കുകയാണ്, ഫഖാല ഇസ്മായി, കേട്ടോ, ഫഖദ് അജബ്തുക്കി ബിഹാദാ 7 മർറാത്ത്, ഞാൻ 7 തവണ ഞാൻ നിന്നോട് ഇത് പറഞ്ഞു തന്നു, പക്ഷെ ഫഅബൈതി അൻ തസ്മഈ, നിനക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇല്ലാ മിനൽ ജുനൈദ്, നിനക്ക് ഈ ജുനൈദുൽ ബഗ്ദാദിന്റെ അടുത്ത് തന്നെ കേൾക്കണം അല്ലെ? ഖദ് സമീഅതീഹി, കേട്ടോ. അപ്പോ എന്ത് ചെയ്തു? ഇത് പറഞ്ഞിട്ട് സുമ്മൻ സറഫ, ഈ വന്ന മഹാൻ തിരിച്ചുപോയി. ഫമാ അറഫ്തുഹു, എനിക്ക് ആരാന്ന് മനസ്സിലായിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വലിയൊരു ആശയാണ്. എന്താണ്? വൈകാരികതകൾക്ക് അടിമപ്പെട്ടാൽ വലിയ നാശമാണ്. വൈകാരികതയെ അടിമപ്പെടുത്തണം. വൈകാരികത ഇബാദത്തിനും സ്വാലിഹായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നീ രാജാവാണ്. രാജാവ് എന്ന് പറയുന്നത് ഈ സാധുവായി നടക്കലല്ല, എല്ലാരെയും ബഹുമാനവും ഇതൊക്കെ കണ്ട അതാണ് രാജാവ് എന്ന് വിചാരിച്ചിട്ട് ഈ സാധുവായി നടക്കലല്ല. എല്ലാവരും ഉത്തരവാദിത്വം തലയിൽ പോയി ആഖിറത്തിലെത്തുമ്പോ ഹിസാബിന് വരുമ്പോ കുടുങ്ങിപ്പോകുന്ന ആ ഫുലാൻ അല്ല രാജാവ്. ശരിക്കും രാജാവ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ ഭാഗ്യമുള്ള, തന്റെ ഈ ലോകത്തെ കുറിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ തൗഫീഖുള്ളവനാണ്, ശരിയായ സുഖമുള്ളവൻ. വഖാല യസീദുർ റഖാശി, മഹാനവറുകൾ പറയാണ്, ഇലൈക്കും അന്നി അൽമാ അൽ ബാരിദ ഫി ദുനിയ ലഅല്ലി ലാ ഉഹർരിമുഹു ഫിൽ ആഖിറ. വഖാല, ഇങ്ങനെ മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം, ഇലൈക്കും അന്നി, നിങ്ങൾ ഈ വെള്ളമൊക്കെ എടുത്തു മാറ്റ്, ലഅല്ലി ലാ ഉഹർരിമുഹു ഫിൽ ആഖിറ, ആഖിറത്തില് എനിക്കിത് നിഷിദ്ധമായി പോകാതിരിക്കാൻ ഇവിടെ വെച്ച് ഞാൻ ഈ സുഖങ്ങൾക്കൊന്നും അടിമപ്പെടാതിരിക്കുന്നു. അങ്ങനെ ശരീരത്തെ പരിശീലിപ്പിച്ച മഹാന്മാർ. ഖാല റജുലുൻ ലി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല മതാ തകല്ലം, മഹാനവറുകളോട് ഒരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴാ സംസാരിക്കേണ്ടത്? ഖാല ഇദസ്തഹൈത സ്വംത,
ഖാല മതാ അസ്മുത്, നിനക്ക് മൗനം പാലിക്കാൻ തോന്നുമ്പോഴാണ് സംസാരിക്കേണ്ടത്. ഒരു വല്ലാത്തൊരു വാക്കാണത്. മനസ്സിലാകണമെങ്കിൽ മഹാന്മാരുടെ പാതയിൽ പോകുന്നവർക്ക് അത് ശരിക്കും മനസ്സിലാകും. എന്നാലും നമ്മുടേതായ ജഹാലത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാം. അതായത് ഒരു പാവപ്പെട്ട ഒരു സാധു, ആ സാധുവിനെ കണ്ടപ്പോ സംസാരിക്കാൻ തോന്നില്ല, അപ്പോഴാണ് സംസാരിക്കേണ്ടത്. ഇവനോട് സംസാരിച്ചിട്ട് എന്ത് കാര്യ എന്ന് തോന്നിക്കുമ്പോ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി സംസാരിക്കാം. അതേസമയം വളരെ ബഹുമാനം തോന്നിയ ഒരാളോട് അല്ലെങ്കിൽ ഭയങ്കര പ്രതാപം തോന്നിയ ഒരാളോട് സംസാരിക്കാൻ പൂതിയത് എന്നിട്ട് അയാളടുത്ത് പോയി സംസാരിക്കുന്നു, അത് വലിയ കാര്യമൊന്നുമല്ല. സംസാരിക്കേണ്ടത് ഇവിടെ. അപ്പൊ ചോദ്യം, കലാമ മസാ ആസ്മു, ഞാൻ എപ്പോഴും മൗനം പാലിക്കും. കല ഇതസ്തഹിത്തൽ കലാം, വല്ലാണ്ട് സംസാരിക്കണമെന്ന് തോന്നുന്ന, ആവേശം തോന്നുന്ന സമയമല്ലേ, ഇരുന്ന് മറ്റവന്റെ ദൈവത്തും നമീമത്തും പറയാൻ തോന്നുന്ന സമയം. മാഷാ അല്ലാഹ്. അങ്ങനെ തോന്നുന്ന സമയം അപ്പം ഉണ്ടാണ്ടിരിക്കുന്നു. അതാണ് വൈകാരികതയുടെ ഓപ്പോസിറ്റ്. കാല അലിയും റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാം, മനിസ്താഖ ഇലൽ ജന്നതി സലാഅനി ശഹവാതി ഫിദ് ദുനിയ, സ്വർഗ ആവശ്യമുണ്ടെങ്കിൽ ദുനിയാവിന്റെ വൈകാരികതയിൽ നിന്ന് ഊരി ഇങ്ങ് പോരണം. വകാന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു യതൂഫു ഫി സൂഖി ഫഇദാ റഅ ശൈഅ യസ്തഹീഹി ഖാല ലിനഫ്സിഹി ഇസ്ബിരി ഫവല്ലാഹി മാ അംനഉകി ഇല്ലാ മിൻ കറാമതിക അലയ്യ. ഇത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ അങ്ങനെ പോകുമ്പോ വളരെ ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട ഒരു സംഗതി കണ്ടാ ശരീരത്തോട് പറയും, ക്ഷമിക്കടി, ക്ഷമിക്ക്. ഫവല്ലാഹി മാ അംനഉക ഇല്ലാ മിൻ കറാമതിക അലയ്യ, ഞാൻ ഇതൊക്കെ നിനക്ക് തടഞ്ഞു വെക്കുന്നത് അതാണ് ആദരവ്, അതാണ് ആദരവ്. ആ ആദരവിന് അടിമപ്പെടാനാണ് വൈകാരികത വേണ്ട. ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയിട്ട് അങ്ങനെ കുടുങ്ങണ്ട. എല്ലാ വൈകാരികതകളും എല്ലാ ആലങ്കാരികതകളും വേണം എന്ന ചിന്ത വേണ്ട. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അൽഹാസുൽ ഫൈദൻ قد اتفق العلماء والحكماء على أن لا طريق إلى سعادة الآخرة إلا بنهي النفس عن الهوى ومخالفة الشهوات. ശരിക്കും ആഖിറത്തിലേക്ക് വിജയിക്കണമെങ്കിൽ ശരീരത്തെ വൈകാരികതകളിൽ നിന്ന് തടഞ്ഞു നിർത്തണം. ഫൽ ഈമാനു ബിഹാദാ വാജിബുൻ, ഇത് ഉറപ്പിക്കണം, ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വഅമ്മാ ഇൽമു തഫ്സീലിൻ മാ യുത്റകു മിന ശഹവാതി വമാ ലാ യുത്റകു ഫലാ യുദ്രികു ഇല്ലാ ബിമാ ഖദ്ദംനാഹു. മാ യുത്റകു മിന ശഹവാതി വമാ ലാ യുത്റകു ഫലാ യുദ്റകു ഇല്ലാ ബിമാ ഖദ്ദംനാഹു. ഇത് പൂർണ്ണമായി എന്തൊക്കെ ഒഴിവാക്കണം, ഏതൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ മുൻകറിഞ്ഞ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയാലാണ് കൃത്യമായി മനസ്സിലാകുക. വഹാസുലു റിയാദത്തി വസിറുഹ അല്ലാ തതമത്തഅൻ നഫ്സ് അല്ലാ തതമത്തഅൻ നഫ്സ ബിശൈഇൻ മിമ്മാ ലാ യൂജദു ഫിൽ ഖബ്രി ഇല്ലാ ബിഖദ്രി ദറൂറത്ത്. ശരീരത്തിന് സുഖം കൊടുക്കാൻ ഖബറിൽ ഉപകാരപ്പെടുന്നതേ എടുക്കാവൂ, ആ സുഖം എടുക്കണം. فيكون مقتصرا من الأكل والنكاح واللباس والمسكن وكل ما هو مضطر إليه على قدر الحاجة والضرورة. സുഖങ്ങളുടെ ഭാഗമായുള്ള ഭക്ഷണവും ലൈംഗിക സുഖവും വസ്ത്രവും പാർപ്പിടവും എല്ലാ അത്തരം നമ്മുടെ ജീവിതാവശ്യങ്ങളെയും ഖദ്റുൽ ഹാജത്തി വദ്ദറൂറ, അനിവാര്യതയിലേക്ക് ചുരുക്കണം. فإنه لو تمتع بشيء منه أنس به وألفه. ഒരു സുഖം എടുത്താൽ അതൊരു സുഖമായിട്ട് മാറും, അതിനടിമപ്പെടും, അതിനോട് ഇണങ്ങും. فإذا مات تمنى الرجوع إلى الدنيا بسببه. മരിച്ചാലും തിരിച്ചു വരണമെന്നുള്ള മട്ടിലായി മാറും മനുഷ്യൻ. ولا يتمنى الرجوع إلى الدنيا إلا من لا حظ له في الآخرة بحال. ആഖിറത്തിൽ വിഹിതമില്ലാത്തവന്റെ പരിപാടിയാണ്, ആഖിറത്തിൽ വിഹിതമില്ലാത്തവന്റെ ഏർപ്പാടാണ്. فلا خلاص منه إلا بأن يكون القلب مشغولا بمعرفة الله وحبه والتفكر فيه والانقطاع إليه. അങ്ങനെ ആയാൽ പിന്നെ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക,
അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന ആ ഒരവസ്ഥ ഇല്ലാതായി പോകും. അങ്ങനെ ആയാൽ അതിനൊരു രക്ഷയുണ്ടാവൂല. വലാ ഖുവത അലാ ദാലിക ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇതിനെല്ലാം അള്ളാഹു തന്നെയാണ് അഭയം. അള്ളാഹുവിനെ കൊണ്ടേ ഇതിന്റെ ഖുവത്ത് ലഭിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഇതൊക്കെ നടക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ويقتصر من الدنيا على ما يدفع عوائق الذكر والفكر فقط. ശരിക്കും നമ്മുടെ ദിക്റും ഫിക്റും അതിന്റെ തടസ്സങ്ങൾ നീക്കാനുള്ളത് അത് മതി ദുനിയാവിൽ. فمن لم يقدر على حقيقة ذلك فليقرب منه والناس فيه أربعة. ഒരാൾ فمن لم يقدر على حقيقة ذلك فليقرب منه. അതിനോട് അടുത്തടുത്തടുത്ത് വരട്ടെ. കഴിയാത്ത ഒരാള് പരമാവധി ശ്രമിച്ച് മുന്നോട്ട് വരണം. ഈ വിഷയത്തിൽ ജനങ്ങൾ 4 തട്ടിലാണ്. അതുകൂടി പറഞ്ഞ് നമുക്ക് ഇത് ഭാഗം അവസാനിപ്പിക്കാം. അന്നാസു ഫീഹി അർബഅത്ത്, 4 തരത്തിലാണ്. അൽ അവ്വലു റജുലുൻ മുസ്തഗ്രിഖുൻ ഖൽബുഹു ബിദിക്രില്ലാഹി ഫലാ യൽതഫിതു ഇല ദുനിയ ഇല്ലാ ഫീ ളറൂറാത്തിൽ മഈശത്തി فهو من الصديقين ولا ينتهي إلى هذه الرتبة إلا بالرياضة الطويلة والصبر عن الشهوات مدة مديدة. ഒന്നാമത്തെ ആളാരാന്നറിയോ? റജുലുൻ മുസ്തഗ്രിഖുൻ ഖൽബുഹു ബിദിക്രില്ലാഹി, എപ്പോഴും അള്ളാഹുവിന്റെ ചിന്ത ഉണ്ടാകും. അയാൾ ദുനിയാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. ഇല്ലാ ഫി ളറൂറാത്തിൽ മഈശ, ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നോക്കാന്നല്ലാതെ ദുനിയാവിനോടുള്ള മഹബത്ത് കൊണ്ട് നോക്കുന്നില്ല. അയാൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, സുദ്ദീഖീങ്ങളിൽപ്പെട്ട ആളാണ്. വലാ യൻതഹി ഇലാ ഹാദിഹി റുത്ബത്തി ഇല്ലാ ബിർറിയാദത്തി ത്വവീല, നല്ല പരിശീലനം വേണം, നല്ല പരിശീലനം. വസ്സബ്രി അനി ശഹവാത്തി, ഈ ശഹവാത്തുകളൊക്കെ ക്ഷമിച്ച് മാറ്റി നിർത്താൻ പറ്റും. നല്ല കാലം നന്നായിട്ട് പരിശീലിപ്പിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഏതാണെന്നറിയോ? റജുലുൻ ഇസ്തഗറത്തി ദുനിയ ഖൽബഹു വലം യബ്ഖ ലില്ലാഹി തആല ദിക്റുൻ ഫി ഖൽബിഹി ഇല്ലാ മിൻ ഹൈസു ഹദീസുൻ നഫ്സ് ഹൈസു യദ്കുറുഹു ബിൽ ലിസാനി ലാ ബിൽ ഖൽബ് ഫഹാദാ മിനൽ ഹാലിക്കി. ദുനിയാവ് അവന്റെ കൽബിൽ ധാരാളം നിറഞ്ഞു നിൽക്കുന്നു, ജോലി അവന്റെ മനസ്സിലുണ്ട്, ദുനിയാവിന്റെ വീടും അവന്റെ മനസ്സിൽ, ഇങ്ങനെ ഇതെല്ലാം ചിന്തിക്കുന്നു, ജോലിയും ദുനിയാവും എല്ലാം ചിന്തിക്കുന്നു. പക്ഷേ കൽബില് ദിക്റില്ല. ദിക്ർ എന്ത് മാത്രാണ്? ദിക്ർ ഒരു ഹദീസുൻ നഫ്സാണ്. ഹദീസുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ദിക്ർ ചിലപ്പം കുറെ ചൊല്ലുമ്പോ ചിലപ്പോ ഒരു തോന്നൽ, കുറെ ചൊല്ലുമ്പോ ചിലപ്പോ ഒരു ദിക്റില്ലാണ് എന്നുള്ളൊരു തോന്നൽ മാത്രം. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ 1000 ദഹ്ലീലല്ലേ നമ്മള് വെച്ചോർക്ക് വേണ്ടി, അല്ലെങ്കിൽ അല്ലാതെ 1000 ദഹ്ലീലാണ്. ഇപ്പൊ 1000 ദഹ്ലീലി ഏതോ ഒരു മുഹൂർത്തത്തിൽ എത്തുമ്പോൾ ആ ദിക്റാണ് എന്നുള്ളൊരു തോന്നൽ, ഹദീസുൻ നഫ്സ്. അത്രേ ഉള്ളൂ. അതായത് അതൊരു കിശിരിയാണ്, ഒരു ബാഹ്യമാണ്. അതും നാവുകൊണ്ട് കുറെ ചെല്ലുമ്പോ മനസ്സുകൊണ്ടിട്ട് അവിടെയും ചെല്ലുന്നുമില്ല. ഭയങ്കര നഷ്ടമാണ്. ഫഹാദാ മിനൽ ഹാലിക്കീൻ മഅദല്ലാഹ്. അങ്ങനെ ആകാതെ അള്ളാഹു നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് വസാലിസു റജുലുൻ ഇസ്തഗല ബിദ്ദുനിയ വദ്ദീൻ, അയാള് ദുനിയാവും ദീനും നോക്കുന്നുണ്ട്. വലാകിന്നൽ ഗാലിബ അലാ ഖൽബിഹി ഹുവദ്ദീൻ, അയാൾക്ക് കൂടുതൽ എന്ത് തന്നെയാണ്? ദീനാണ്. ഫഹാദാ ലാ ബുദ്ദ ലഹു മിൻ വുറൂദിൻ നാർ, ഇങ്ങനെ ആയാൽ നരകത്ത് പോണ്ടി വരും. പക്ഷേ ഇല്ല അന്നഹു യൻജു മിൻഹാ സരിഅ ബിഖദരി ഗലബത്തി ദിക്രില്ലാഹി തആല അലാ ഖൽബി, അയാൾക്ക് എത്രയാണോ ദിക്ർ കൂടുതൽ അതിനനുസരിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വേഗം മേലേക്ക് തന്നെ കയറല നല്ലത്. നാലാമത്തത് വറാബിഉ റജുലുൻ ഇസ്തഗല ബിഹിമാ ജമീഅ, രണ്ടും ഉണ്ട്. വലാകിന്ന ദുനിയ അഗ്ലബു അലാ ഖൽബിഹി, ദുനിയാവാണ് മികച്ചു നിൽക്കുന്നത്. ഫഹാദാ യതൂലു മഖാമുഹു ഫിന്നാർ, നരകത്തിൽ കുറെ കാലം കിടക്കേണ്ടി വരും. മഅദല്ലാഹ്. ലക്കൻ യഖ്റുജു മിൻഹാ ലാ മഹാലത ബിഖുവത്തി ദിക്രില്ലാഹി തആല ഫി ഖൽബിഹി വതമക്കുനിഹി മിൻ സ്വമീമി ഫുദാഇഹി, മനസ്സിന്റെ അടിത്തട്ടിൽ ദിക്ർ ഉള്ളത് കൊണ്ട് ദിക്റിന്റെ പവർ അനുസരിച്ച് രക്ഷപ്പെടും. ഫൈൻ കാന ദിക്റു ദുനിയ അഗ്ലബ അലാ ഖൽബിഹി, ദുനിയാവിന്റെ ദിക്റാണ് കൂടുതലെങ്കിൽ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഖിസിയിക ഫഇന്നക അൻതൽ മആദ്, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ, കാക്കണേ അല്ലാഹ്. മാഷാ അല്ലാഹ്. വലിയ പരിശീലനം മനസ്സിന് നൽകുന്ന ഭാഗമാണ്. ദീർഘകാലം ഈ പരിശീലനം നിരന്തരം തുടരുക.
അത് വലിയൊരു തൗഫീഖാണ്. രക്ഷപ്പെടാനുള്ള നല്ല പരിശീലനാണ് ഗസാലിമാമിന്റെ കൂടെ കൂടുക. ഗസാലിമാമിന്റെ കൂടെ കൂടാനുള്ള ഒരു വഴിയാണ് ഈ ഒരു വഴി. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഗസാലിമാമിന്റെ വിശദീകരണങ്ങൾ അത് മനസ്സിനെ ഇങ്ങനെ എല്ലാ ദിവസവും പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ഗസാലിമാമിന്റെ ഈ ഭാഗം, ഈ വിശദീകരണം അത് ഇങ്ങനെ കേൾക്കുക, വായനക്ക് വിധേയമാക്കുക, പറച്ചിലിന് വിധേയമാക്കുക, അതൊരു പരിശീലനമാണ്. അപ്പൊ അത് നിരന്തരം നടക്കുമ്പോ നമുക്കൊരു തൗഫീഖാണ്. പിന്നെ ഒന്നും അലട്ടാനൊന്നും, എല്ലാം അമലാണ്. ഇപ്പൊ ചില പ്രതിസന്ധികളൊക്കെ വരും. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അള്ളാഹു അല്ലാത്ത ആരെയും പ്രണയിക്കരുത്. കുടുംബം അല്ലെങ്കിൽ കൂട്ടുകാർ, ആരും ഒരു പടപ്പിനെയും മിൻഹൈസു ഇന്നഹു പടപ്പ് അങ്ങനെ മഹബത്ത് നിൽക്കുക. ഈറ്റിങ്ങളൊക്കെ ഉപദ്രവിക്കും. അള്ളാഹുവെ ഉപദ്രവിക്കാത്തത് അള്ളാഹുവിനെ ആശ്രയിക്കാം. ഇനി ഈ പടപ്പുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും അത് ഫീസബീലില്ലാഹി മാത്രം, ഫീസബീലില്ലാഹി അല്ലാതെ, അതിനി ആരായാലും ഏത് നല്ലവനായാലും ഫീസബീലില്ലാഹി അല്ലാതെ വരുമ്പോ അത് നമ്മളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഇനി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്താലും അവരൊന്ന് ആശ്രയിച്ച കുടുങ്ങിപ്പോ. ആശ്രയിക്കാൻ നല്ലവൻ അള്ളാഹു മാത്രം. അപ്പോ അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, പടപ്പിനെ ആശ്രയിക്കുന്നില്ല. അള്ളാഹുവിന്റെ വഴിയിൽ അത് കുടുംബത്തെയോ കൂട്ടുകാരെയോ നാട്ടുകാരെയോ ആരാശ്രയിക്കും. അള്ളാഹുവിന്റെ വഴിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു നന്മ ചെയ്യുന്നു, ഇപ്പൊ ഈ ഒരു നന്മ ചെയ്യുന്നു, ഇതിൽ നമ്മളെല്ലാം കൂടും. അത് അള്ളാഹുവിന്റെ വഴിയിലുള്ള ഒരു പരസ്പരം ചേരലാണ്, ഒരു പരസ്പരം ഉപയോഗിക്കലാണ്, പരസ്പരം ഉപയോഗപ്പെടലാണ്. അത് ഓക്കെ ഞാൻ. അതേസമയം ഒരു നാള് എല്ലാരും അതിന് അപവാദമായി മാറുകയാണ്. അപ്പൊ അതിന് പ്രയാസമൊന്നും ആവശ്യമില്ല. കാരണം ഇത് ചെയ്യുമ്പോ സബത്ത, അത് സ്ഥിരപ്പെട്ടു. നാളെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോ അതും സബത്ത. പിന്നെ നടന്നിട്ടില്ല ഒരു വേജാറും വിഷമവും. അങ്ങനെ ഒരു അധ്യായം ഇല്ല. സങ്കടമില്ലാതെ വിഷമങ്ങളില്ലാതെ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാഷാ അല്ലാഹ്. പങ്കെടുത്ത എല്ലാവരും, ഒരുപാട് പേര്, പണ്ഡിതന്മാർ അല്ലാത്തവർ എല്ലാവരും ഉണ്ട്. ഒരു ശ്രമം മാത്രമാണ്. നമ്മള് ഈ കിതാബ് മുത്താല ചെയ്യാനോ അല്ലെങ്കിൽ അതിന് അത് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ക്ലാസ് എടുക്കാനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലെല്ലാം മറിച്ച് നമുക്ക് ഒരു ശ്രമം, നമ്മൾ നന്നാകാനുള്ള, നമ്മളിൽ ഈ നന്മ ഉണ്ടാകാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത്. അല്ലാഹു ഇതൊക്കെ കബൂൽ ചെയ്യുന്നതാണ്.